ബശരീയത്തിന് രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, വഹാബികൾ മനസ്സിലാക്കിയ റസൂൽ ബഷറായ റസൂലാണ്. സുന്നികൾ മനസ്സിലാക്കിയ റസൂലിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് സുന്നികൾ മനസ്സിലാക്കിയ റസൂൽ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലിൻ്റെയും അപ്പുറത്തെ റസൂൽ, അവിടേക്ക് എത്താത്തൊരു റസൂലാണ്. റസൂലിലേക്ക് ആധുനിക സുന്നികളും എത്തുന്നില്ല. സുന്നികൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, ആധുനിക സുന്നികൾക്ക്. അതിന് കാരണം വഹാബിയത്തിൻ്റെ കാറ്റടിച്ച് വീശിയതാണ്. സുന്നികൾ റസൂലാരാ? സുന്നികൾ റസൂലാരാ? സുന്നികളുടെ റസൂൽ ആരാ? സുന്നികളുടെ റസൂൽ ആരാണെന്നോ, സുന്നികൾ ഈ ഡെഫിനിഷൻ്റെ അപ്പുറത്തേക്കൂല. റസൂലുള്ളാഹിന്റെ ഡെഫിനിഷൻ ഇതുമല്ല, അതിൻ്റെ അപ്പുറത്താ. സുന്നികളുടെ റസൂല് ശഫാഅത്ത് തരുന്ന റസൂലാണ്. നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരുന്ന റസൂലാണ്. ഹൗദുൽ കൗസർ തരുന്ന റസൂലാണ്. സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തുന്ന റസൂലാണ്. ഖബറിലെത്തുമ്പോൾ അതിൻ്റെ ആളാണ് തല്ലല്ലി എന്ന് പറയുന്ന റസൂലാണ്. അപ്പോൾ റസൂലിനേക്കാൾ സുന്നികൾക്ക് പ്രശ്നം സ്വന്താണ്, അതല്ല ഖുർആൻ പറഞ്ഞ റസൂല്. അതായത് അവനാകാര്യ. എൻ്റെ പെണ്ണുങ്ങളെ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ട് ഇഷ്ടമാണ്? ജാണിൻ്റെ കരളിൻ്റെ കഷ്ണം ഞാൻ അവളോട് പറയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, ഓളെനിക്ക് നേരത്തിന് തിന്നാൻ തരും, തൊള്ളക്ക് പറ്റി ഉണ്ടാക്കി തരും. അതിനെന്തെങ്കിലും 4 ദിവസം കുറവ് വന്നാൽ നമ്മൾ ചെറിയൊരു നീരസം കാണിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും, ഇക്കാക്കാൻ്റെ പെണ്ണുങ്ങൾ ഇത്താത്താനെ ഒന്ന് കണ്ടുപിടിച്ചാളാം. ഇക്കാക്ക എന്താ പറഞ്ഞ മാര്യ. ഓഹോ, അപ്പൊ ഈ ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവനാങ്കാരിയാണ്. ഓളരുന്ന് മര്യാദയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇങ്ങനെ നമ്മളെ തടിമന്ന് വസ്ത്രം കണ്ട് ചാടിയാൽ മതി, അപ്പം തന്നെ അവരെന്ത് ചെയ്യും? കല്ലുമ്മ കൊണ്ട് അലക്കും, അല്ലെങ്കിൽ അങ്ങനെ അലക്കും, മെഷീനിലിടും, അത് വൃത്തിയാക്കി തരും. പിന്നെ ഇസ്തിരി ചെയ്ത് നേരത്തെ ഇങ്ങനെ കടക്കട്ടക്കട്ടായി തൂക്കും. അപ്പോഴും നമുക്ക് നമ്മളെ കാര്യമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പൊ എല്ലാം നമ്മൾ നമ്മളാണ് ചെല്ലുമ്പോ കിടക്ക വിരിച്ചിട്ട് തരും. ഓഹോ, അവിടെ അവനാ കാര്യമാണ്. അതന്നെയല്ലേ അങ്ങായി അനക്ക് റസൂല്. ജിമാശറി ചെല്ലുമ്പോഴത്തേന് സ്വർഗം വാങ്ങിത്തരും. അതല്ലടാ സുന്നി എൻ്റെ റസൂല്. പണ്ട് റസൂൽ അങ്ങനെയല്ല. ആധുനിക സുന്നികൾ റസൂലിൻ്റെ നേട്ടത്തെ മാത്രം റസൂലിൽ നിന്ന് അവന് കിട്ടുന്ന നേട്ടത്തിലൂടെ റസൂലിനെ അളക്കുന്ന ആളുകളാണ്. ഇപ്പം മൊത്തം ചർച്ച അതാണ്. എല്ലായിടത്തും ചർച്ച. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അത് തരും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരും എന്നത് ശരിയാണ്. മനസ്സിലായോ? അതല്ലല്ലോ റസൂൽ എന്ന പ്രമാണത്തിൽ പറഞ്ഞ റസൂൽ അതല്ല, അതിൻ്റെ അപ്പുറത്താണ്. നമ്മുടെ ലാഭത്തിലൂടെ റസൂലിനെ മനസ്സിലാക്കുക. നമ്മൾക്ക് ഖബർ ചെല്ലുമ്പോഴത്തിന് നമ്മളാളാണെന്ന് നബി പറയുക. നമ്മൾ ഹൗദുൽ കൗസറിലേക്ക് വരുമ്പോഴത്തിന് വെള്ളമാണ് തരിക. അപ്പൊ അങ്ങനത്തെ നമ്മളെ ലാഭം ഒക്കെ നമ്മൾ അവനാ കാര്യം. നമ്മളെ പെണ്ണുങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ. പിന്നെ പെണ്ണുങ്ങൾക്ക് അവിടെ വെള്ളം തരാനൊന്നും അർഹത ഇല്ലാത്തോണ്ടാ. അർഹത ഓക്കുണ്ടെങ്കിൽ നമുക്ക് റസൂൽ വേണ്ടി വരില്ല. ഐജുണ്ടല്ലോ കുഞ്ഞാളെ, അയക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഇതല്ല ഖുർആൻ പറഞ്ഞ റസൂൽ. ഖുർആൻ പറഞ്ഞ റസൂൽ മനസ്സിയായ നഫ്സിൽ നിന്ന്, നഫ്സിൻ്റെയും അപ്പുറത്തെ റസൂലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പിന്നെ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റസൂലല്ലേ? അന്നബിയു മുത്തറസൂൽ മുസ്തഫ മുഹമ്മദ് എന്ന വ്യക്തി ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനാണെങ്കിൽ അവൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് മിൻ അൻഫുസിഹിം, അവൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ. അപ്പോൾ നിന്റെ നഫ്സിൻ്റെ അപ്പുറത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ?
ഹൗദുൽ കൗസർ കിട്ടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? ഖബറിൽ തല്ലിട്ടാതിരിക്കൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? മഖാദ് സിദ്ദീഖ് ചൂണ്ടിക്കാണിച്ചു തരൽ, അർശിൻ്റെ തണലിൽ ഇരുത്തിത്തരൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? ലിവാഉൽ ഹംദിൻ്റെ കൊടിയുടെ ചൂട്ടിൽ നിർത്തിത്തരൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? അവിടെ റസൂല് മനസ്സിലായില്ല. നീ അവനാ കാര്യത്തിലൂടെയാണ് ആരെ മനസ്സിലാക്കിയത്. അപ്പോൾ നീ ആരായിട്ടില്ല, അവനായിട്ടില്ല. നരകമാണെങ്കിലും റസൂൽ വേണം. നരകം എനിക്ക് വിഷയമല്ല, നരകം വിഷയമല്ല. എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ ആങ്ങള മരിച്ചു, നിന്റെ ഭർത്താവ് മരിച്ചു, അവൾ മുഅ്മിനത്താണ്, ആ സ്വഹാബിയത്ത് മുഅ്മിനത്താണ്. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിലവിലുള്ള വഅളും മുഴുവനും അപര്യാപ്തമായ വഅളുകളാണ്. അതൊരിക്കലും ഈമാനിലേക്ക് എത്തിക്കാൻ കഴിയില്ല. നമ്മളൊരു ലാഭത്തിൽ നബിയെ കാണാണ്, അങ്ങനെ കണ്ടൂടെ. പക്ഷെ അതല്ലല്ലോ എൻ്റെ ലക്ഷ്യം. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെയ്യപ്പം ചായയും കൊടുക്കും. എന്താ മസൂട്ടി നെയ്യപ്പം ഉണ്ണിയപ്പോ പാമ്പൊരി, പാമ്പൊരി നമുക്കും നമ്മൾ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടുന്ന സാധനമാണ് ചായയും പാമ്പൊരി. എല്ലാവർക്കും എല്ലാ യോഗത്തിലും ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട കടിക്കാണ് പഴംപൊരി എന്ന് പറയും. അപ്പോയിക്കോട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു പഴംപൊരി കിട്ടും, ചായയും കിട്ടും. അത് കിട്ടുമല്ലേ? അതാണോ ഇതിൻ്റെ ലാഭം? ഈ ക്ലാസ് നമ്മൾ തമ്മിലുള്ള ബന്ധം പഴംപൊരിയ? മജ്‌ലിസിനൂറിന് സ്ഥിരമായി വരുന്ന ഒരാൾ ബിരിയാണി കിട്ടും. അങ്ങനെ ഒരു വരും അങ്ങാടിയിൽ നിന്ന് മജ്‌ലിസിൻ്റെ കയറിയിരിക്കും. മജ്‌ലിസിനൂറൊക്കെ ചൊല്ലി ഈ ബിരിയാണി വാങ്ങിപ്പോവും. ഒരു ദിവസം ഈ ചെക്കന്മാർ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ബിരിയാണി അല്ല, ഔല് വെച്ചതാ. അപ്പോൾ എൻ്റെ പണ്ടത്തെ കാലത്തെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാണ്ട് ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഒരുത്തനോട് സ്ഥിരം പറയണത് അത്. അപ്പോൾ ഇപ്പം എന്ത് പറഞ്ഞ് ഇവര് ചെക്കന്മാർ എന്ത് പറഞ്ഞ്, ഇത് നിങ്ങൾ നേരത്തെ പറയണേ, എന്നാ ഔല് വെച്ചേ ഉണ്ടാവുള്ളൂ, നമ്മൾ നേരെ മെനക്കെടുത്തി വരൂ. മനസ്സിലായില്ല? അപ്പൊ ഇവര് പറഞ്ഞ് നമ്മൾ മജ്‌ലിസ് നൂറിനല്ലേ. ഞാൻ മജ്‌ലിസ് നൂറിന് അല്ല, ഞാൻ ബിരിയാണി ഉണ്ടായിട്ടാണ്. നമ്മക്കട ഹൗദുൽ കൗസർ കിട്ടൂലെങ്കിൽ, നരകത്തിന് രക്ഷപ്പെടുത്തി തരൂലെങ്കിൽ, സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തൂലെങ്കിൽ, ഖബർ രക്ഷപ്പെടുത്തൂലെങ്കിൽ, അപ്പോഴോ അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത റസൂലാണ്. നമുക്ക് അലക്കി തരൂലെങ്കിൽ, ചോറുണ്ടാക്കി തരൂലെങ്കിൽ, നമ്മളെ സൗകര്യത്തിന് ഓരോ കാര്യം ചെയ്ത് തരൂലെങ്കിൽ നമുക്കതോളം ആവശ്യമില്ല. പിന്നെ നമ്മളോട് എന്ത് പറയൽ തുടങ്ങും? പിന്നെ പെണ്ണുങ്ങൾ അല്ലാഹു വേറെയും പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ല, 2 ദിവസം ഞാനൊരു പായത്താലൊക്കെ കടന്നപ്പോഴത്തേന് നിങ്ങൾ അങ്ങനെ പറയണം? അല്ല, എനിക്ക് എൻ്റെ ആവശ്യത്തിനാണ്. പെണ്ണിനെ പടക്കൽ അല്ലാഹു ഇപ്പോഴും നിർത്തിയിട്ടില്ല. അങ്ങനെ പറയല്ലേ മനുഷ്യ ഞാനൊന്നും പറയല്ലേ, എനിക്ക് നടക്കൂല. അല്ല, 2-4 ദിവസം ക്ഷയിക്കണ്, പിന്നെ നമ്മളെ കാര്യം നടക്കണില്ല. അങ്ങനെ തന്നെ എനിക്ക് റസൂല് ഇനി മുതൽ നരകത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്തൂല. നമുക്കോ മൊയ്തീൻ ഷെയ്ഖാണെങ്കിൽ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ മൊയ്തീൻ ഷെയ്ഖ് പോലും റസൂലിന് വേണ്ടി വരില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ രക്ഷപ്പെടുത്തുമെന്നും പറയുന്നില്ല, രക്ഷപ്പെടുത്തൂല എന്നും പറയില്ല. അതൊന്നും എനിക്കറിയില്ല. അല്ലാഹു അഅലം. മനസ്സിലായോ? ഈമാൻ അതൊന്നുമല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പോഴേ അവന് ആരാവുള്ളൂ. ഔലിയ പാപ്പയല്ല, ആരാവുള്ളൂ, മുഅ്മിനാവുള്ളൂ. അപ്പം നിലവിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താ? നമ്മൾ സുന്നികൾ ഇപ്പോൾ വേണ്ട അറിയോ? സുന്നികളും നബിയും തമ്മിൽ ബന്ധം പരിശോധിക്കണം. മുഅ്ജിസത്തിലൂടെ നബിയെ മനസ്സിലാക്കുക. എനിക്ക് ഈ മുഅ്ജിസത്തിൻ്റെ വയല് പറയലേ ഇഷ്ടമല്ല. ഞാൻ മുഅ്ജിസത്തിൻ്റെ വയല് പറഞ്ഞിട്ട് 15 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ ഈ ദീവാനൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയും എനിക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്ക് മതിയാവില്ല. എന്തുകൊണ്ട് മതിയായില്ല? അതിനൊരു വേദിയില്ല. റസൂലുള്ളാഹി ആരാ? മനസ്സിലായില്ല? ചിന്തിക്കും. 1000 കിലോ ഇങ്ങനെ എടുത്ത് പൊക്കാൻ കഴിയുന്ന ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ ഒരാളില്ലേ, ഒരു ലോറി ഒറ്റക്ക് പല്ലുകൊണ്ട് വലിച്ച അങ്ങനത്തെ ഒരാളില്ലേ. അതോ എന്താണ് അയാൾ ഒരു പ്രത്യേകത ഉണ്ട്, വലിയൊരു ഒരു ശക്തനില്ലേ, ഓട്ടക്കാരനാണ് അയാൾ.
ഞാൻ ഉദാഹരണം പറയാം. അങ്ങനത്തെ ആളുകളില്ലേ, അവൻ്റെ പല്ലിൻ്റെ ഒരു അങ്ങനെ പല്ലിൽ കടിച്ചു പിടിച്ചിട്ട് വലിയ എന്താ പറയുക ലോറി വലിക്കും, 16-29 ചക്രമല്ലേ വള്ളിയൊക്കെ വലിച്ചുകൊണ്ട്. അയാൾ എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഏതോ നാര് വലിച്ചത് ഒരു മഹത്വമാണോ? ചന്ദ്രനെ പിളർത്തിയാണ് ഒരു മഹത്വമാണോ? അത് ചന്ദ്രൻ. സൂര്യനെ പിടിച്ച് നബി കീസിയിലിട്ടാൽ പോലും മഹത്വമല്ല. ആകാശത്തിനെ ചുരുട്ടി നബി കീസിയിലാക്കിയ മഹത്വമല്ല. എന്തുകൊണ്ട്? നബീനേക്കാളും വലിയ ആളല്ലേ, അഷ്റഫുൽ ഖൽഖല്ലേ. അഷ്റഫുൽ ഖൽഖിനെ അർശിൻ്റെ ഓരോ പീസും നബി ഒരു കീസിലാക്കി മേശറിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അപ്പം തിരക്കിടില്ല, നമുക്ക് നോക്കാലോ പറയും. ചന്ദ്രൻ നോക്കാൻ പിന്നെ എന്തേ അത് ചെയ്യാൻ ഇവിടെ വേദിയില്ല. അപ്പോൾ നബിയുടെ മുഅ്ജിസത്ത് നബിക്ക് മതിയായതല്ല. പിന്നെ എന്തേ അതിന് മാത്രം നമ്മളില്ല. നമ്മൾ അത് കേട്ടിട്ട് തന്നെ ബോധം കിടുകയാണ്. അപ്പൊ മുഅ്ജിസത്തിലൂടെ മനസ്സിലാക്കിയ നബിയല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്ത നബി. സിദ്ദീഖിന് മുഅ്ജിസത്ത് വിഷയമില്ല. ആകാശത്ത് പോയി അവിടെയാണ് നമ്മൾ സിദ്ദീഖ് എന്ന ആളെ കാണേണ്ടത്. സിദ്ദീഖ് എന്ന ആള് ബഷർ അംഗീകരിക്കും, എന്നാലോ ഒന്നും സിദ്ദീഖിന് വിഷയമല്ല. സിദ്ദീഖിന് നരകവും സ്വർഗവും ഒന്നും വിഷയമല്ല. സിദ്ദീഖിന് റസൂലാണ് വിഷയം. അവരാ മുഅ്മിനീങ്ങളും സിദ്ദീഖിലേക്ക് മടങ്ങണം. ഉദാഹരണം പറയാം. ആകാശത്ത് ഇന്നലെ രാത്രി പോയി വന്നോ എന്ന് പറഞ്ഞ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഇജ്ജ് നേരും അറിയാം അങ്ങനെ ചോദിച്ചു. അല്ല അങ്ങനെ പോയോ? ഭാഷണ വലിയ സംഭവമാണല്ലോ അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല. ഇന്നലെ രാത്രി നബി ആകാശത്ത് കയറി എന്ന് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് അതിൽ അത്ഭുതപ്പെട്ടോ? എന്തുകൊണ്ട്? ഓരോ ദിവസം രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നബി ആകാശത്ത് പോയി വന്നാലും അതിനേക്കാൾ കഴിവുള്ള ആളാണ് സിദ്ദീഖിന്റെ ഭാഷയിലെ ആര്? നബി. അപ്പൊ ഒരു ആകാശത്ത് പോയാൽ സിദ്ദീഖിന് വിഷയം തന്നെയല്ല, സിദ്ദീഖിന് നബിയാണ് വിഷയം. സിദ്ദീഖ് മേറാജ് ഉണ്ടായതിൽ അത്ഭുതപ്പെടുന്നില്ല. മേറാജ് ഉണ്ടായിക്കോട്ടെ. ഈ മേറാജിന് മനസ്സിലായോ? മേറാജിൽ ആശ്ചര്യപ്പെട്ടോ? ഇല്ല. ഇന്നഹുല സാദിഖുൻ, നേരെ പറയുള്ളൂ. ആര്? റസൂല്. എന്റെ റസൂൽ നേരെ പറയുള്ളൂ. റസൂൽ നേരെ പറയൂ എന്നതിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കണത്? സിദ്ദീഖ് ഇത് അംഗീകരിക്കണത്. സിദ്ദീഖ് റസൂലിൽ നിന്ന് ഇത് അംഗീകരിക്കണം, അല്ലാതെ ഖുർആൻ നോക്കിയിട്ട് നബിന്റെ കഴിവ് പഠിക്കല്ല.